ടോപ്പ് ന്യൂസ് തുടങ്ങുന്നു. നോക്കാം വാർത്തകൾ ചുരുക്കത്തിൽ. വിദേശ പര്യടനത്തിനുള്ള പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കോൺഗ്രസ് നിലപാടിനെതിരെ ശശി തരൂർ. രാജ്യമാണ് തന്റെ സേവനം ആവശ്യപ്പെട്ടത്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. പൗരൻ എന്ന നിലയ്ക്ക് കടമ നിറവേറ്റും. കേന്ദ്ര സർക്കാർ വിളിച്ച കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ. ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ പേര് എന്നെ ഡൽഹിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. ചില സംസാരങ്ങളും ബ്രീഫിങ്ങൊക്കെ ഉണ്ടായിട്ട് അതിനെന്തൊന്ന് നോക്കാം. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. വിദേശ പര്യടനത്തിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച എംപിമാരുടെ പട്ടികയിൽ ശശി തരൂരിനെ ഒഴിവാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധി നൽകിയ പട്ടികയിൽ തരൂരില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടാതെ എംപിമാരുടെ സംഘത്തെ തീരുമാനിച്ചത് ഉചിതമായില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി. രാജ്യ താൽപര്യം പരിഗണിച്ച് CPIM പ്രതിനിധിയെ ഉൾപ്പെടുത്തുമെന്ന് PB. അവിടെ നിന്നുള്ളൊരു ആവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല. അതേസമയം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. അത് രാജ്യത്തിനുള്ളിലാണ്. ഇതേക്കുറിച്ച് ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല. രണ്ടാമത് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു, ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു. അത് മെസ്സി നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ. അർജന്റീനയും കേരള സർക്കാരുമായി നല്ല ബന്ധമാണ്. ആരാധകർക്ക് ആശങ്ക വേണ്ടെന്നും കായിക മന്ത്രി. അർജന്റീന കേരളത്തിലെത്തില്ല എന്നുള്ളൊരു വാർത്തയൊന്നും ഇല്ല. നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. മുൻ MLA A. പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. നിയമനം KK രാഗേഷ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് പാർട്ടി ഏൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് A. പ്രദീപ് കുമാർ. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയ്ലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. ശ്യാമിലി മർദ്ദിച്ചെന്ന് ആവർത്തിച്ച് ബെയ്ലിൻ ദാസ്. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്നറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശ്യാമിലി. വിചാരിക്കാത്ത ആരോപണങ്ങളൊന്നുമല്ല. ശരിക്കും അതൊരു വിക്ടിം ബ്ലെയിമിംഗ് ആയിരുന്നു. അതിന് ഞാൻ വൈകാരികമായി കൊടുത്ത മറുപടിയാണ് അത് ലീക്കായത്. അത് ആരാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല. കാളിക്കാവിലെ ആളക്കൊല്ലി കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. അടയ്ക്കാക്കുണ്ട് റാവുത്തർ മല കേന്ദ്രീകരിച്ച് തിരച്ചിൽ. കേസൊതുക്കാൻ വ്യവസായിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ 1-ാം പ്രതി. കൊച്ചി ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. EDക്കെതിരെ കൂടുതൽ ആരോപണം. 2016 സാമ്പത്തിക ഇടപാട് കേസ് ഒതുക്കി തീർക്കാൻ ED പണം ആവശ്യപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ. പണത്തിനായി EDയുടെ ഇടനിലക്കാർ സമീപിച്ചുവെന്നും മോഡേൺ ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ചെയർമാൻ ജെയിംസ് ജോർജ്. എന്നോട് പണം ആവശ്യപ്പെട്ടത് ED ഉദ്യോഗസ്ഥനായിരുന്ന മോഹന്. ED ഉദ്യോഗസ്ഥനായ മോഹന്, അത് കഴിഞ്ഞിട്ട് അവിടെ സിമി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ, പിന്നെ സത്യവീർ സിംഗ് നോർത്ത് ഇന്ത്യക്കാരനാണ്. 2 കോടി. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരുന്നതിന് 50 കൊല്ലം മുൻപ് EMS സർക്കാർ കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നുവെന്ന് MP ജയരാജൻ. ഇടതുപക്ഷമില്ലെങ്കിൽ ഇവിടെ വികസനം ഉണ്ടാവില്ലെന്നും ജയരാജൻ. നിശ്ചിത വർഷം കഴിഞ്ഞാൽ തിരിച്ചു സർക്കാരിനെ ഏൽപ്പിക്കുക. ഈ ഉടമസ്ഥാവകാശത്തോടു കൂടിയുള്ള ഒരു കരാർ തയ്യാറാക്കി എന്നിട്ട്
ഒരു കമ്പനിയെ തിരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ ഉപയോഗിച്ച് ആ കരാർ ഇല്ലാതാക്കുകയാണ് അവർ ചെയ്തത്. കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും സ്ത്രീ ജീവിതത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എത്തിച്ചത് കുടുംബശ്രീയാണെന്നും എക്സൈസ് മന്ത്രി എം. ബി. രാജേഷ്. ലക്ഷ്യം വെച്ചത് എങ്കിൽ ഇന്ന് ആ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തിയാക്കി പുതിയ ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പാകത്തിൽ കുടുംബശ്രീ വളർന്ന് പന്തലിച്ച് ഒരു മഹാശക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2025 നവംബർ 1 ഇന്ത്യയിൽ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. പാലക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ കാട്ടാന. നാട്ടുകാരുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ് നിലമ്പൂർ സൗത്ത് DFOയെ മാറ്റിയതെന്ന് വനമന്ത്രി A. K. ശശീന്ദ്രൻ. കടുവാ ദൌത്യത്തെ ഇത് ബാധിക്കില്ലെന്നും ബാധിക്കുമെന്ന് പറയുന്നവർ പ്രതിഷേധിക്കുമ്പോൾ ആലോചിക്കണമെന്നും മന്ത്രി. രണ്ട് പ്രത്യേക കാര്യങ്ങളാണ്. നിലമ്പൂരിലെ DFOമാരെ മാറ്റാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്. അത് ഇന്നലെയാണ് ഫയലായിട്ട് വന്നത്. അതിൻ്റെ ഇടയിലാണ് നിലമ്പൂർ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും മരണവാർത്തയുണ്ടാക്കി നാടുവിട്ട മോഷ്ടാവിനെ പിടികൂടി കേരള പോലീസ്. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി സജീവ് M.R.നെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. മുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടത്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു. കിഴക്കേക്കോട്ടയ്ക്ക് സമീപത്ത് വെച്ച് കുത്തേറ്റത് കണ്ടക്ടർ വിനോയ്ക്ക്. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഫോർട്ട് പോലീസ് പിടികൂടി. ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. എറണാകുളം കുറുപ്പുംപടിയിൽ അമ്മയുടെ സുഹൃത്ത് കുട്ടികളെ പീഡനത്തിനിരയാക്കിയ സംഭവം. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കേസിൽ നിർണായകമായത് കുട്ടികളുടെ രഹസ്യമൊഴി. 2 വർഷം കുട്ടികളെ പീഡിപ്പിച്ചെന്നും മൊഴി. അമ്പലത്തറയിലെ 17 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിൽ. പ്രതി പിടിയിലായത് 15 വർഷത്തിനു ശേഷം. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കരാറുകാരനായ ബിജു പൗലോസിനെ. രേഷ്മയെ കാണാതായത് 2011. ദേശീയ സയൻസ് കോൺഗ്രസ് അന്ധവിശ്വാസത്തിന്റെ കോൺഗ്രസായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ പ്രതിബദ്ധത കൊണ്ട് മാത്രം മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി. സയൻസ് കോൺഗ്രസ്സിൽ 2015 മുതൽ ഇങ്ങോട്ട് നടന്ന ചർച്ചകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താ? ഗ്രഹങ്ങൾക്കിടയിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങൾ 10,000-കണക്കിന് വർഷങ്ങൾ മുൻപേ നമുക്ക് ഉണ്ടായിരുന്നു എന്ന വാദം. ഗോമൂത്രത്തിൽ സ്വർണമുണ്ട് എന്ന അവകാശവാദം. അറ്റോമിക് ഫ്യൂഷൻ നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ. ഈ തരത്തിൽ അവ പോവുകയാണ്. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. റൂൾ 12 പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാകില്ല. സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകളെല്ലാം നിഷേധിക്കുന്നുവെന്നും വിവരാവകാശ കമ്മീഷൻ നിരീക്ഷണം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ MDMA പിടികൂടിയത് 8.76 ഗ്രാം MDMA. പെരുവട്ടൂർ സ്വദേശി സന്തോഷിനെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി പിടിയിലായത് വടകര റൂറൽ SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ. ടോപ്പ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി ഗുഡ് ഈവനിംഗ് കേരളത്തിൽ വിനിഷയും അസിതയും.